പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി LGSന്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചുള്ള വീഡിയോ ആയിരുന്നു. അത് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ നിരവധി നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവുകയും ഒരുപാട് പേർ ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം നിരാശയായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സത്യം തുറന്നു പറഞ്ഞു നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള കാരണം മാത്രമേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ പത്രവാർത്ത വന്നു അതിനെ സംബന്ധിച്ച്. ആ പത്രവാർത്ത വന്നു, അതിനുശേഷം നിരവധി യൂട്യൂബ് ചാനലുകൾ ആ പത്രവാർത്ത കണ്ടുകൊണ്ട് അവർ അത് വിശദമായി പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ചെയ്ത പോലെ അന്ന് ഞങ്ങളിതെല്ലാം നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു കാരണത്താൽ പലരും ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. പല റാങ്ക് ഹോൾഡേഴ്സും പലരും ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതൊരു സത്യമായിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പറഞ്ഞത് മറ്റൊന്നുമല്ല, P1 ഒഴിവാക്കിക്കൊണ്ട് PSCക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് വായിച്ചു നോക്കിയില്ലേ, നിങ്ങളത് വായിച്ചു നോക്കിയില്ലേ, നിങ്ങൾക്ക് എന്ത് ബോധമാണുള്ളതെന്നാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത്. PSCയോട് മുന്നോട്ട് പോകാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്, P1 ഒഴിവാക്കിക്കൊണ്ട് പോകാനാണ് പറഞ്ഞത്. P1 എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവരെ ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ്. ഡിഗ്രി ഉള്ളവരെ ഒഴിവാക്കുക എന്നുള്ള ആ കോട്ട് അത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി ഉള്ളവരെ കൂടി ഉൾപ്പെടുത്താനാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ ഇന്നലെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ പത്രത്തിൽ വന്നു, എല്ലാവർക്കും വിശ്വാസമായി. ഇന്ന് പറഞ്ഞവരൊക്കെ ഞങ്ങളെ തിരിച്ച് വിളിച്ച് സോറി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. മറ്റൊന്നുമല്ല, ഈ ലിസ്റ്റ് നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇനി PSC വിജ്ഞാപനം വരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ എന്താണ് ഇനിയൊരു വിജ്ഞാപനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുതും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ക്വാളിഫിക്കേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, അതായത് ഒരു ഉത്തരവ് പ്രകാരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് നിൽക്കാതെ വന്നത്. ഏകദേശം 5ഓളം യൂണിവേഴ്സിറ്റികളിൽ നിയമനം നടത്തിയ ഡിഗ്രി ഇല്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ അതിനനുസരിച്ചിട്ട് സ്റ്റാറ്റ്യൂട്ട് ഉള്ളതാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിന് പോരാ, അതായത് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയാൽ അതിന് അത്രയും വാല്യൂ ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് അതിന് പോലെ ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു നിയമം പാസ്സാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിയമസഭ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ക്വാളിഫിക്കേഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് ഡിഗ്രിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ഇതിന് ഈ നടപടി PSCക്ക് അതിനുശേഷം മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സർക്കാരാണ് ഒരു നിയമം പാസ്സാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അങ്ങനെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിയമം പാസ്സാക്കുന്നതിൻ്റെ ഫലമായിട്ട് PSCക്കും യാതൊരുവിധ നിയമ തടസ്സവും ഇല്ലാതെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതോടെ ഈ നീതു സുരേന്ദ്രനും അവരും കൊടുത്ത കേസിൽ നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഒരു വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ്, വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർത്തും നിരാശരായി ആരും ആ പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യ ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ച് കളയരുതും. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിൽക്കുക. നിങ്ങൾ ഈ വിഷയം സർക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടത് നിയമസഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ചിട്ട് ഒരു നിയമം പാസ്സാക്കിച്ചെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു സ്റ്റാറ്റ്യൂട്ട് പാസ്സായാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. അല്ലാതെ ഇതിനൊരു വിജ്ഞാനം വരുമെന്ന്, പുതിയ വിജ്ഞാനം വരും എന്നും പറഞ്ഞ് നിങ്ങളിത് ഒരു ശ്രമം ഉപേക്ഷിച്ച് കളയേണ്ട. ലിസ്റ്റ് ഉൾപ്പെട്ടവരെ സംബന്ധിച്ച് വർഷങ്ങളോളം പഠിച്ചവരുണ്ടാകാം, ലാസ്റ്റ് ചാൻസ് ഉള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട സർക്കാരിൽ ഇത് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ റാങ്കുകളുടെ ശിവം പ്രതിനിധികൾ അന്ന് വന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കണമെന്നൊക്കെ ഇതിൻ്റെ സർക്കാർ, ഞാൻ പറഞ്ഞതല്ല, ഈ നിങ്ങൾ സർക്കാർ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റൊന്നുമല്ല, PSC പഠിച്ച് നിങ്ങൾ ജോലിക്ക് കയറണം, നിങ്ങളെ കൂടി യൂണിവേഴ്സിറ്റികളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിൽ ബന്ധപ്പെട്ട അന്നത്തെ റാങ്കുകളുടെ ശിവം പ്രതിനിധികളോടൊക്കെ പറഞ്ഞതാണ് ഇതിൽ കക്ഷി ചേരണമെന്നൊക്കെ. പക്ഷേ അന്നൊക്കെ അവജ്ഞയോടെയാണ് എല്ലാവരും ഈ പറഞ്ഞ കാര്യത്തെ തള്ളിക്കളഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ഞങ്ങളൊരിക്കലും, ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നിങ്ങളും കൂടി സാധാരണക്കാരാണ് PSC പഠിക്കുന്നത്, നിങ്ങളും കൂടിയൊക്കെ സർക്കാർ സർവീസിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ കാര്യം നെഗറ്റീവായിട്ട് എടുക്കരുത്. നിങ്ങളുടെ ലിസ്റ്റ് നിലനിൽക്കുന്നത് തന്നെയാണ്. അതിന് വേണ്ടത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു നിയമമാണ്. അതിന് വേണ്ടത് സർക്കാരിൻ്റെ പിന്തുണ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം വിജയകുമാർ.